2 ശമൂവേൽ അധ്യായം 20. എന്നാൽ ബെന്യാമീന്യനായി ബിക്രിയുടെ മകനായ ശേബ എന്നു പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കാഹളമൂതി, ദാവീദിങ്കൽ നമുക്ക് ഓഹരിയില്ല, ഇശ്ശായിയുടെ മകങ്കൽ അവകാശവുമില്ല, ഇസ്രായേലേ, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേലൊക്കെയും ദാവീദിനെ വിട്ട് പിന്മാറി ബിക്രിയുടെ മകനായ ശേബയുടെ പക്ഷം ചേർന്നു. യഹൂദ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി യെരുശലേം വരെ തങ്ങളുടെ രാജാവിനോട് ചേർന്ന് നടന്നു. ദാവീദ് യെരുശലേമിൽ അരമനയിലെത്തി അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ചിരുന്ന 10 വെപ്പാട്ടികളെയും രാജാവ് അന്തഃപുരത്തിലാക്കി രക്ഷിച്ചു. എങ്കിലും അവരുടെ അടുക്കൽ ചെന്നില്ല. അങ്ങനെ അവർ ജീവപര്യന്തം കാവലിരുന്നു, വൈധവ്യം ആചരിച്ചു. അനന്തരം രാജാവ് അമാസയോട്, നീ 3 ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ വിളിച്ചുകൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യഹൂദ പുരുഷന്മാരെ വിളിച്ചു കൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച അവധിയിലധികം അവൻ താമസിച്ചു പോയി. എന്നാറെ ദാവീദ് അബീശായിയോട്, അബ്ശാലോം ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ശേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവൻ ഉറപ്പുള്ള വല്ല പട്ടണത്തിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ യജമാനന്റെ ചേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോവാബിന്റെ ആളുകളും ക്രേത്യരും പ്ലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടരുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബിയോനിലെ വലിയ പാറയുടെ അടുക്കൽ എത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. എന്നാൽ യോവാബ് ധരിച്ചിരുന്ന പടയങ്കിമേൽ ഒരു കച്ചിയിൽ ഉറയോടുകൂടെ ഒരു വാൾ അരയ്ക്ക് കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അത് വീണുപോയി. യോവാബ് അമാസയോട്, സഹോദരാ, സുഖം തന്നെയോ എന്ന് പറഞ്ഞു. അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്ത് കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോവാബിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി, കുടൽ ചോർത്തിക്കളഞ്ഞു. 2ാമത് കുത്തേണ്ടി വന്നില്ല, അവൻ മരിച്ചുപോയി. യോവാബും അവന്റെ സഹോദരനായ അബീശായിയും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടർന്നു. യോവാബിന്റെ ബാല്യക്കാരിൽ ഒരുത്തൻ അതിനരികെ നിന്നുകൊണ്ട് യോവാബിനോട് ഇഷ്ടമുള്ളവനും ദാവീദിന്റെ പക്ഷക്കാരനും യോവാബിന്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അമാസ വഴിനടുവിൽ രക്തത്തിൽ മുഴുകിക്കിടന്നതുകൊണ്ട് ജനമൊക്കെയും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് അവൻ അമാസയെ വഴിയിൽ നിന്ന് വയലിലേക്ക് മാറ്റി. അവിടെ എത്തുന്നവനെല്ലാം നിൽക്കുന്നു എന്ന് കാണുക കൊണ്ട് അവനൊരു വസ്ത്രം അവന്റെ മേലിട്ടു. അവനെ പെരുവഴിയിൽ നിന്ന് മാറ്റിയ ശേഷം എല്ലാവരും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടരുവാൻ യോവാബിന്റെ പിന്നാലെ പോയി. എന്നാൽ ശേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും കൂടി കടന്ന് ആബേലിലും ബേത്ത് മാഖയിലും എല്ലാ ബേര്യരുടെ അടുക്കലും ചെന്നു. അവരും ഒന്നിച്ചുകൂടി അവന്റെ പിന്നാലെ ചെന്നു. മറ്റവർ വന്നു ബേത്ത് മാഖയോട് ചേർന്ന ആബേലിൽ അവനെ നിരോധിച്ചു. പട്ടണത്തിന് നേരെ വാട കോരി. അത് കിടങ്ങിന്റെ വക്കത്തായിരുന്നു. യോവാബിനോട് കൂടെയുള്ള എല്ലാ പടജനവും മതിൽ തള്ളിയിടുവാൻ തക്കവണ്ണം ഇടിച്ചു തുടങ്ങി. അപ്പോൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീ, കേൾപ്പീൻ കേൾപ്പീൻ, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് ഇവിടെ അടുത്ത് വരുവാൻ അവനോട് പറവീൻ എന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അടുത്ത് ചെന്നപ്പോൾ, നീ യോവാബോ എന്ന് ആ സ്ത്രീ ചോദിച്ചു. അതെ എന്നവൻ പറഞ്ഞു. അവൾ അവനോട്, അടിയന്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാം എന്നവൻ പറഞ്ഞു. എന്നാറെ അവൾ ആബേലിൽ ചെന്ന് ചോദിക്കണമെന്ന് പണ്ടൊക്കെ പറയുകയും അങ്ങനെ കാര്യം തീർക്കുകയും ചെയ്യുക പതിവായിരുന്നു. ഞാൻ ഇസ്രായേലിൽ സമാധാനവും വിശ്വസ്തതയും ഉള്ളവരിൽ ഒരുത്തിയാകുന്നു. നീ ഇസ്രായേലിൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനെയും നശിപ്പിപ്പാൻ നോക്കുന്നു. നീ യഹോവയുടെ അവകാശം മുടിച്ചു കളയുന്നത് എന്ത് എന്ന് പറഞ്ഞു. അതിന് യോവാബ്, മുടിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യുവാൻ എനിക്കൊരിക്കലും സംഗതിയാകരുതേ. കാര്യം അങ്ങനെയല്ല. ബിക്രിയുടെ മകനായ ശേബ എന്നൊരു എഫ്രയീം മലനാട്ടുകാരൻ
ദാവീദ് രാജാവിനോട് മത്സരിച്ചിരിക്കുന്നു. അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി, ഞാൻ പട്ടണത്തെ വിട്ടുപോകും എന്ന് പറഞ്ഞു. സ്ത്രീ യോവാബിനോട്, അവൻ്റെ തല മതിലിൻ്റെ മുകളിൽ നിന്ന് നിന്റെ അടുക്കൽ ഇട്ടു തരും എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ചെന്നു തൻ്റെ ജ്ഞാനത്താൽ സകല ജനത്തെയും സമ്മതിപ്പിച്ചു. അവർ ബിക്രിയുടെ മകനായ ശേബയുടെ തല വെട്ടി യോവാബിൻ്റെ അടുക്കൽ ഇട്ടുകൊടുത്തു. അപ്പോൾ അവൻ കാഹളമൂതി. എല്ലാവരും പട്ടണം വിട്ട് വീടുകളിലേക്ക് പോയി. യോവാബ് യെരുശലേമിൽ രാജാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയി. യോവാബ് ഇസ്രായേൽ സൈന്യത്തിനൊക്കെയും അധിപതിയായിരുന്നു. യഹോയാദയുടെ മകനായ ബെനായാവ് ക്രേത്യരുടെയും പ്ലേത്യരുടെയും നായകനായിരുന്നു. അദോരാം ഊഴിയവേലക്കാർക്ക് മേൽവിചാരകൻ. അഹീലൂദിൻ്റെ മകനായ യഹോഷഫാത്ത് മന്ത്രി. ശെവ രായസക്കാരൻ. സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ. യായീര്യനായ ഈരയും ദാവീദിന്റെ പുരോഹിതനായിരുന്നു. രണ്ട് ശമൂവേൽ അധ്യായം 21. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബെയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബെയോന്യർ ഇസ്രായേല്യരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേല്യർക്കും യഹൂദ്യർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ച് കളവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബെയോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബെയോന്യർ അവനോട്, ശൗലിനോടും അവൻ്റെ ഗ്രഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം എന്നവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവൻ്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾ കേൾപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വൃതനായ ശൗലിൻ്റെ ഗിബെയയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്നുത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിൻ്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യം നിമിത്തം രാജാവ് ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫീബോശത്തിനെ ഒഴിച്ചു. അയ്യാവിൻ്റെ മകൾ റിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെഫീബോശത്തിനെയും, ശൗലിൻ്റെ മകളായ മീഖൾ മെഹോലാത്യൻ ബർസില്ലായിയുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ചു ഗിബെയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ മലയിൽ യഹോവയുടെ മുൻപാകെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. കൊയ്ത്തുകാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളായ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. അയ്യാവിൻ്റെ മകളായ റിസ്പ ചാക്കശീല എടുത്തു പാറമേൽ വിരിച്ചു. കൊയ്ത്തുകാലത്തിൻ്റെ ആരംഭം മുതൽ ആകാശത്ത് നിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു. ശൗലിൻ്റെ വെപ്പാട്ടിയായി അയ്യാവിൻ്റെ മകളായ റിസ്പ ചെയ്തത് ദാവീദ് കേട്ടിട്ട് ദാവീദ് ചെന്ന് ഫെലിസ്ത്യർ ഗിൽബോവയിൽ വെച്ച് ശൗലിനെ കൊന്ന നാളിൽ ബേത്ഷാൻ നഗരവീതിയിൽ ഫെലിസ്ത്യർ തൂക്കിക്കളയുകയും ഗിലിയാദിലെ യാബേഷ് പൗരന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെയും അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്നെടുത്തു. അങ്ങനെ അവൻ ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെയും അസ്ഥികളെ അവിടെ നിന്ന് വരുത്തി. തൂക്കിക്കൊന്നവരുടെ അസ്ഥികളെയും അവർ പെറുക്കിയെടുത്തു. ശൗലിൻ്റെയും അവൻ്റെ മകൻ യോനാഥാൻ്റെയും അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് സേലയിൽ അവൻ്റെ അപ്പനായ കീശിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു. രാജാവ് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്തു. അതിൻ്റെ ശേഷം
ദൈവം ദേശത്തിൻ്റെ പ്രാർത്ഥനയെ കേട്ടരുളി. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തൻ്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശേക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി രാഫ മക്കളിൽ ഇഷ്പി ബെനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു. എന്നാൽ സെരൂയയുടെ മകനായ അബീശായി അവന് തുണയായി വന്നു, ഫെലിസ്ത്യനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിൻ്റെ ഭൃത്യന്മാർ അവനോട്, നീ ഇസ്രായേലിൻ്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അതിൻ്റെ ശേഷം ഗോബിൽ വെച്ച് വീണ്ടും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. അപ്പോൾ ഹൂഷാത്യനായ സിബെക്കായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സഫിനെ വെട്ടിക്കൊന്നു. ഗോബിൽ വെച്ച് പിന്നെയും ഫെലിസ്ത്യരോട് യുദ്ധമുണ്ടായി. അവിടെ വെച്ച് ബേത്ലഹേമ്യനായ യാരെ ഓരെഗീമിൻ്റെ മകൻ എൽഹാനാൻ ഗിത്യനായ ഗോല്യാത്തിനെ വെട്ടിക്കൊന്നു. അവൻ്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ പടപ്പുതടി പോലെയായിരുന്നു. പിന്നെയും ഗത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവിടെ ഒരു ദീർഘകായനുണ്ടായിരുന്നു. അവൻ്റെ ഓരോ കൈക്ക് 6 വിരലും ഓരോ കാലിന് 6 വിരലും ആകെ 24 വിരലുണ്ടായിരുന്നു. ഇവനും റാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ ധിഖരിച്ചപ്പോൾ ദാവീദിൻ്റെ സഹോദരനായ ശിമെയിയുടെ മകൻ യോനാഥാൻ അവനെ കൊന്നുകളഞ്ഞു. ഈ 4 പേരും ഗത്തിൽ റാഫയ്ക്ക് ജനിച്ചവരായിരുന്നു. അവർ ദാവീദിൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും കൈയാൽ പട്ടുപോയി. രണ്ട് ശമൂവേൽ അധ്യായം 22. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്തെന്നാൽ, യഹോവ എൻ്റെ ശൈലവും എൻ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു. എൻ്റെ പാറയായ ദൈവം, അവനിൽ ഞാൻ ആശ്രയിക്കും. എൻ്റെ പരിചയം, എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും എൻ്റെ സങ്കേതവും തന്നെ. എൻ്റെ രക്ഷിതാവേ, നീ എന്നെ സാഹസത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ശത്രുക്കളിൽ നിന്ന് താൻ എന്നെ രക്ഷിക്കും. മരണത്തിൻ്റെ തിരമാല എന്നെ വളഞ്ഞു, ദുഷ്ടതയുടെ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാളപാശങ്ങൾ എന്നെ ചുഴന്നു, മരണത്തിൻ്റെ കെണികൾ എൻ്റെ മേൽ വീണു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവൻ്റെ ചെവികളിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു, ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിക്കയാൽ അവ കുലുങ്ങിപ്പോയി. അവൻ്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവൻ്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു ദഹിപ്പിച്ചു. തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. അവൻ ആകാശം ചായ്ച്ചിറങ്ങി, കൂരിരുൾ അവൻ്റെ കാൽക്കീഴുണ്ടായിരുന്നു. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, കാറ്റിൻ ചിറകിന്മേൽ പ്രത്യക്ഷനായി. അവൻ അന്ധകാരം തനിക്ക് ചുറ്റും മണ്ഡപമാക്കി, ജലാശയവും കനത്ത മേഘങ്ങളും കൂടെ. അവൻ്റെ മുൻപിലുള്ള പ്രകാശത്താൽ തീക്കനൽ ജ്വലിച്ചു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിച്ചു. അവൻ അസ്ത്രമെയ്തു അവരെ ചിതറിച്ചു, മിന്നലയച്ചു അവരെ തോൽപ്പിച്ചു. യഹോവയുടെ ഭത്സനത്താൽ, തിരുമൂക്കിലെ ശ്വാസത്തിൻ്റെ ഊത്തിനാൽ കടലിൻ്റെ ചാലുകൾ കാണായി വന്നു. ഭൂതലത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. എൻ്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നതുകൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു.
ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു. എൻ്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവൻ്റെ വിധികളൊക്കെയും എൻ്റെ മുൻപിലുണ്ട്. അവൻ്റെ ചട്ടങ്ങൾ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവൻ്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു. അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ നിർമ്മലതയ്ക്കൊത്തവണ്ണവും എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തേണ്ടതിന് നീ ദൃഷ്ടി വയ്ക്കുന്നു. യഹോവേ, നീ എൻ്റെ ദീപമാകുന്നു. യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ? ദൈവം എൻ്റെ ഉറപ്പുള്ള കോട്ട, നിഷ്കളങ്കനെ അവൻ വഴി നടത്തുന്നു. അവൻ എൻ്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവൻ എൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു. എൻ്റെ ഭുജങ്ങൾ താമ്രചാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി. എൻ്റെ നരിയാണികൾ വഴുതിപ്പോയതുമില്ല. ഞാൻ എൻ്റെ ശത്രുക്കളെ പിന്തുടർന്നൊടുക്കി. അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റ് കൂടാതവണ്ണം ഞാൻ അവരെ തകർത്തൊടുക്കി. അവർ എൻ്റെ കാൽക്കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു. എന്നോടെതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എൻ്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവർ ചുറ്റും നോക്കിയെങ്കിലും രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല. യഹോവയെങ്കിലേക്ക് നോക്കി, അവൻ ഉത്തരം അരുളിയതുമില്ല. ഞാൻ അവരെ നിലത്തിലെ പൊടി പോലെ പൊടിച്ചു. വീഥികളിലെ ചെളിയെപ്പോലെ ഞാൻ അവരെ ചവിട്ടി ചിതറിച്ചു. എൻ്റെ ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്നും നീ എന്നെ വിടുവിച്ചു. ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അന്യജാതിക്കാർ എന്നോട് അനുസരണഭാവം കാണിക്കും. അവർ കേട്ട മാത്രയ്ക്ക് എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു. തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചുകൊണ്ടുവരുന്നു. യഹോവ ജീവിക്കുന്നു. എൻ പാറ വാഴ്ത്തപ്പെട്ടവൻ. എൻ രക്ഷയുടെ പാറയായ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്തു നിന്ന് എന്നെ വിടുവിക്കുന്നു. എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു. തൻ്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ